ഹായ് ഫ്രണ്ട്സ്, എജസ് ഫൺ ടൈംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മീൻ പിടിക്കാൻ പോകുന്ന വീഡിയോ ആണ്. ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള കണ്ടമാണ്. ഞങ്ങളിവിടെ ചെറിയൊരു തോടുണ്ട്. ആ തോട്ടിൽ നിന്നും കണ്ടത്തിൽ നിന്നൊക്കെ മീൻ പിടിക്കാനാണ് പോകുന്നത്. ഈ ഭാഗത്തെല്ലാം ഇനി കൃഷി ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കണ്ടത്തിലുള്ള സകല വെള്ളവും അവർ പറ്റിച്ച് കളയും. അന്നേരം കുറേ മീനൊക്കെ കാണും. ആ ഏരിയയിലുള്ള എല്ലാ കണ്ടങ്ങളും പൂട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ കൊക്കുകളുണ്ട്. മീൻ കൊത്തി തിന്നാനായിട്ട് ഒരുപാട് കൊക്കുകൾ വന്നിങ്ങനെ ഇരിപ്പുണ്ട്. അതൊക്കെ നല്ലൊരു കാഴ്ചകളാണ് അതൊക്കെ. പക്ഷേ ഫോണിന് അത്ര ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് അതൊന്നും അത്ര ഭംഗിയായിട്ട് എടുക്കാൻ പറ്റത്തില്ല. പിന്നെ താറാവൊക്കെ ഉണ്ട്. ഈ തോടിൻ്റെ പേര് കാട്ടുതോടെന്നാണ്. ഞങ്ങളുടെ അടുത്തുള്ള ചെറിയൊരു തോടാണ്. ആ കാണുന്ന ഭാഗം കണ്ടാവും, അവിടെ ഭയങ്കര കാടായിരുന്നെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഇതിന് കാട്ടുതോടെന്ന് പേര് വന്നത് എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഇപ്പം ചെയ്യുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ തോട്ടിൽ നിറയെ പായല. അപ്പം അത് നമ്മൾ ചൂണ്ടയിട്ട് കഴിഞ്ഞാൽ പായല ഉടക്കും. അതുകൊണ്ട് പായലെല്ലാം ഒരു കമ്പ് ഉപയോഗിച്ച് മാറ്റുക. അതുപോലെ മീൻ കൊത്തി തിന്നാനായിട്ട് തന്നെ കാക്കയും കൊക്കും ഒക്കെ ഉണ്ട്. ഒരുപാട് പരുന്തൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. ഇപ്പം തോടൊക്കെ ഒന്ന് കുറച്ച് ഭാഗം ഒന്ന് വൃത്തിയാക്കി എടുത്ത്, പിന്നെ അപ്പോഴത്തേക്കിന് ഈ കണ്ടത്തിൻ്റെ അങ്ങോട്ടേക്ക് വലയൊന്നിട്ട് നോക്കുകയാണ്. ഈ വെള്ളം എല്ലാം പറ്റിക്കും അവർ. അതിന് മുമ്പ് ഒന്ന് വല എറിഞ്ഞ് നോക്കണം, കാരണം ഒരുപാട് മീൻ ഇങ്ങനെ മറിയുന്നുണ്ടായിരുന്നു. പക്ഷെ അടിയൊക്കെ ഭയങ്കര ചേറായതുകൊണ്ട് ആ വല ശരിക്കും അങ്ങോട്ട് താണില്ല. എന്നാലും ഒന്ന് വലിച്ച് നോക്കുകയാണ്, എന്തെങ്കിലും മീൻ കിട്ടുമോ എന്നറിയാനായിട്ട്. നിറയെ ചേറാണ്. പിന്നെ കുറേ ഇത് വലിയ വലയായതുകൊണ്ട് കുറേ ഇവിടെയുള്ള എല്ലാം ചെറിയ മീനുകളല്ല, അതെല്ലാം ചാടിപ്പോയി. ഒരു ചെറിയ വരാല് ചാടിപ്പോയായിരുന്നു. അതിനെ അന്നേരം പിടിച്ച് നമ്മൾ ബക്കറ്റിലോട്ടിട്ട് ആദ്യമായിട്ട് കിട്ടിയതാണ്. ഒരു കുഞ്ഞു കല്ലടയും ഒരു ചെറിയൊരു വരാലിനെയും കിട്ടി. പിന്നെയുള്ള എല്ലാം ചെറു മീനുകളായിരുന്നു. അതുകൊണ്ട് അതിനെ എല്ലാം പെറുക്കി തിരിച്ച് പാടത്തേക്ക് തന്നെ ഇട്ട്. പിന്നെ ജോസ് ചാച്ചനൊരു കണ്ടത്തിലെ പണി കഴിഞ്ഞ് ഇനി അടുത്ത കണ്ടത്തിലോട്ട് പോവുകയാണ്. ജോസാച്ചൻ്റെ കൂടെ എപ്പോഴും ജോസാച്ചൻ്റെ സന്തത സഹചാരിയായിട്ടുള്ളൊരു മിടുക്കനുണ്ട്. അവൻ ഞങ്ങളെ പേടിച്ച് ഇങ്ങനെ മാറി നിൽക്കുവാണ്. ജോസാച്ചൻ അവനെ വിളിച്ചപ്പോൾ പതുക്കെ ഓടി പേടിച്ചാണ് പോണത്. നല്ല അനുസരണമുള്ളൊരു പട്ടിയാണത്. വിളിച്ച അപ്പം തന്നെ എപ്പോഴും കാണും ജോസാച്ചൻ്റെ കൂടെ അവൻ. പിന്നെ ഒരു കാരിയെ കിട്ടി ചൂണ്ടയിട്ട്. ആ സമയത്ത് വീഡിയോ ഓൺ ആക്കാത്തതുകൊണ്ട് എടുക്കുന്നത്, മീൻ കൊത്തി വലിക്കുന്നത് എടുക്കാൻ പറ്റിയില്ല. കാരിയെ സൂക്ഷിച്ച് ചൂണ്ടയെന്ന് എടുത്തില്ലെങ്കിൽ കാരി കൊമ്പ് കൊണ്ട് നല്ല പണി തരും. ഞാൻ പേടിച്ചാണ് കാരിയൊക്കെ എടുക്കുന്നത് ചൂണ്ടയെന്ന്. പിന്നെ സന്ധ്യ മയങ്ങി വരുവാണ്. സന്ധ്യ മയങ്ങുമ്പോഴാണ് മീൻ സാധാരണ കിട്ടുന്നത്. പിന്നെ വീണ്ടും അടുത്തായിട്ട് ഒരു കാര്യം കൂടെ കിട്ടുന്നുണ്ട്. അത് ഇതുപോലെ തന്നെ വീഡിയോ എടുത്ത് മാറ്റിയപ്പോഴാണ് ചൂണ്ടയെ കൊത്തിയത് കാരി. ഇനി വലിച്ചെടുത്ത് ഇട്ട ഭാഗമാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. പിന്നെ ജോസ് ചാച്ചൻ വന്ന് ചൂണ്ടയിടുവാണ്. ജോസ് ചാച്ചന് കുറച്ച് വരാലിനെയൊക്കെ കിട്ടിയായിരുന്നു. കുറച്ച് കാരിയും വരാലൊക്കെ കിട്ടി. പിന്നെ എപ്പോഴും വീഡിയോ എടുത്തുകൊണ്ട് നമ്മളും ചൂണ്ടയിടുന്നതുകൊണ്ട് ഓരോരുത്തർ മീൻ എടുക്കുമ്പോഴായിരിക്കും നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഓടി ചെല്ലുന്നത്. ഏതായാലും ജോസാച്ചനായാലും
മീൻ കൊത്തുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ എടുത്തത് കൊണ്ട് കിട്ടി. പിന്നെ വീണ്ടും താറാവ് പാടത്തിൽ നിന്ന് വീണ്ടും തോട്ടിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് മീൻ പിടിക്കാനായിട്ട്. സന്ധ്യ മയങ്ങിയതുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞു ഇനി വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ആ കാണുന്ന ഭാഗത്തായിട്ടാണ് ഞങ്ങളുടെ വീട്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ജോസ്റ്റാച്ചൻ കണ്ടത്തിലുള്ള വെള്ളമൊക്കെ പറ്റിക്കാനായിട്ട് ഓസൊക്കെ ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ. അവർ ഇച്ചിരി താമസിച്ച് വന്നതുകൊണ്ട് കുറച്ചും കൂടെ മീൻ കിട്ടി. അപ്പം എല്ലാവർക്കും താങ്ക് യു.